Hi friends, welcome to Gino's Physics World. Today we are discussing about the second property of electric charges, which is called the quantization of electric charge. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജസ് എങ്ങനെ ഉണ്ടാകുന്നുവെന്നും എങ്ങനെ ഉണ്ടാകുന്നത് റബ്ബിങ്ങിലൂടെ അല്ലേ, റബ്ബിങ്ങിലൂടെ ഉണ്ടാകുന്ന ചാർജസ് ആയതുകൊണ്ട് അതിനെ ആ ഇലക്ട്രിസിറ്റി ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ചാർജുകളെ സ്റ്റാറ്റിക് ചാർജുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റബ്ബിങ്ങിലൂടെ ഉണ്ടാകുന്ന ചാർജസ്, അതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി അഡിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. അതായത് ടോട്ടൽ ചാർജ്, രണ്ട് ബോഡീസ് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് നമുക്ക് ആഡ് ചെയ്തെടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതാണ്, അത് 0 ലഭിച്ചു അല്ലേ. ഒന്നിന് +3 ആണെങ്കിൽ അടുത്തതിന് -3 ആയിരിക്കും ഉണ്ടാവുക. അത് ആ വീഡിയോ ഒരിക്കൽ കൂടെ വാച്ച് ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങൾ നോക്കുക, ഈ വീഡിയോ വാച്ച് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുന്നു, വിച്ച് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടൈസേഷൻ എന്ന ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്, ഓരോരോ പാക്കറ്റുകളായിട്ട് അല്ലേ. ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാക്കറ്റുകളായിട്ട് പോവുക, അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്, നോട്ട് കണ്ടിന്യൂസ്. സോ എന്താണ് നോട്ട് കണ്ടിന്യൂസ് എന്നുള്ളത് ഞാനിവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയട്ടെ. ഇപ്പോൾ കൺസിഡർ ദിസ് ബോഡി. സോ ഈ ബോഡി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഇതുമായിട്ട് റബ്ബ് ചെയ്തു അല്ലേ. റബ്ബ് ചെയ്തപ്പോൾ ഈ ബോഡി ഇതുമായിട്ട് റബ്ബ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് അസ്യൂം ദാറ്റ് ചാർജസ് ആർ ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഈ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്തു. അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലേക്ക് ചാർജ് പോയി. ചാർജ് നമ്മൾ സാധാരണ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആയിട്ടാണ് പറയുന്നത്. സോ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ഇലക്ട്രോണാണ് പോയതെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കാണിക്കാം, 1 ഇലക്ട്രോൺ ഇതിന് കിട്ടി. 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. സപ്പോസ് ഇതിന് 2 ഇലക്ട്രോൺ കിട്ടി ഈ ബോഡിക്ക്. അങ്ങനെ 3 ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ എത്ര വേണമെങ്കിലും പോവാം. ബട്ട് ഇഫ് n ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ്, നമ്മൾ ജനറലൈസ് ചെയ്യാണ്, n ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ ബോഡിക്ക് എത്ര കിട്ടി? n അല്ലേ. n ഇലക്ട്രോൺസ്, ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ബോഡിക്ക് കിട്ടിയ ടോട്ടൽ ചാർജ് എന്തെന്ന് പറയാം, Q = NE. Q സാധാരണ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജിന് കൊടുക്കുന്നതാണ് Q. ഓക്കെ, ചാർജിൻ്റെ ക്വാണ്ടിറ്റിക്ക് കൊടുക്കുന്നതാണ് Q = NE. അപ്പോൾ ഈ ബോഡിക്ക് പ്ലസ് വേണമെങ്കിലും കിട്ടാം, മൈനസ് വേണമെങ്കിലും കിട്ടാം അല്ലേ. എങ്ങനെയാണ്, ചില ബോഡീസ് റബ്ബ് ചെയ്യുമ്പോൾ തിരിച്ചായിരിക്കാം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഡിഫറെൻ്റ് ടൈപ്സിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും Q = NE. ഇതിന് ലഭിക്കുന്ന ടോട്ടൽ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും Q = -NE. സോ എനിവേ, ദി ടോട്ടൽ ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ. സേ ദിസ് ഈസ് ആൻ ഇൻറ്റിജർ. സോ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ, ഇറ്റ് മേ ഹാവ് 1e, 2e, 3e, 4e എക്സെട്ര അപ് ടു എത്ര വരെ വരാം, NE. സോ അതുകൊണ്ട് നമുക്ക് ഈ ക്വാണ്ടൈസേഷൻ്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ കടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ദി ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. സാധാരണ ഇലക്ട്രോണിക് ചാർജിനെ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഇതെടുത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബുക്കിലേക്ക് മാറ്റാവുന്നതാണ്. See, the total charge of a body is an integral multiple of electronic charge, and that electronic charge is taken as the basic unit of charge. Okay, so ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നോക്കൂ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നോക്കൂ, ഒരു ഇലക്ട്രോണാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിന് ഇലക്ട്രോണിക് ചാർജ് തന്നെ ലഭിക്കുന്നതാണ്. അതായത് 1.6 × 10⁻⁻19 കൂളംസ്. ഇത് 1 ഇലക്ട്രോൺ. ഇനി 2 ഇലക്ട്രോണാണ് പോകുന്നതെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര വരും? 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു ദിസ്, അതായത് 2 × 1.6 × 10⁻⁻19 കൂളം. അതെത്ര വരും? 3.2 × 10⁻⁻19 വരും.
3 ചാർജാണ് പോകുന്നതെങ്കിൽ ഇതേ കണക്ക് 3 കൊണ്ട് ഇതിനെ ഗുണിക്കണം. അപ്പോൾ 3 കൊണ്ട് 1.6 × 10⁻⁻19 ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.8 × 10⁻⁻19 ലഭിക്കും. അതേപോലെ 4 ആണെങ്കിലോ 4 കൊണ്ട് ഇതിനെ ഗുണിക്കണം. അപ്പോൾ 6.4 × 10⁻⁻19 ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബോഡിക്ക് കിട്ടാൻ പറ്റുന്ന ചാർജുകളാണ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നു, താഴെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നു, താഴെ പറയുന്നവയിൽ ഒരു ബോഡിക്ക് കിട്ടാൻ പറ്റാത്ത ചാർജ്, അല്ലെങ്കിൽ ബോഡിക്ക് താഴെ പറയുന്നവയിൽ ഏത് ചാർജാണ് ലഭ്യമല്ലാത്തത്? ഓർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റി ഓഫ് ചാർജസ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ ഗിവൺ ബോഡി എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഇതാണ്. ഞാൻ വെട്ടിക്കളഞ്ഞു എങ്കിൽ പോലും ഒരു എഴുതുന്നു. Q = 2 × 10⁻⁻19 കൂളം. ഇത് പോസിബിൾ ആണോ? ഇത്രയും കൂളംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളംസ്. ഓക്കെ, സോ ഇത് പോസിബിൾ ആണോ? ഇല്ല അല്ലേ? അപ്പോൾ ഇത് പോസിബിൾ അല്ല. കാരണം എന്താണ്? പോസിബിളായിട്ടുള്ള ചാർജുകളെല്ലാം ഈ രീതിയിലാണ് വരുന്നത്. 1 × E, 2 × E, 3 × E, 4 × E അങ്ങനെ. ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നമുക്ക് 1.6 കഴിഞ്ഞിട്ട് ആണ് ആക്ച്വലി 2 വരേണ്ടത് അല്ലേ? പിന്നെ അല്ലേ 3.2 വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ വാല്യൂ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇവിടെ വരാത്തത് കൊണ്ട് ദിസ് ചാർജ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 2 × 10⁻⁻19 കൂളം ഈസ് നോട്ട് പോസിബിൾ. ഇത് കണക്ക് ഇതിനിടയിൽ 3 × 10⁻⁻19 കൂളവും പോസിബിൾ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഏതൊരു ബോഡിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ ചാർജ് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അതിൻ്റെ ഞാനൊരു പിരമിഡ് പോലെ ഞാനിവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സപ്പോസ് ഇതൊരു ബോഡിക്ക് ആദ്യം കിട്ടിയ ചാർജാണ് അല്ലേ? ഫസ്റ്റ് ടൈമിൽ ഒരു ബോഡിക്ക് കിട്ടി ഉണ്ടായിരുന്ന ചാർജ്. പിന്നെ അതിനുശേഷം റബ്ബിങ്ങിന് ശേഷം ഈ ബോഡിയുടെ ചാർജ് ഇത്ര ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്ര ഇൻക്രീസ് ചെയ്യുന്ന സങ്കല്പിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ചാർജിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ദിസ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് കർവ്. ആക്ച്വലി ഈ പോയിൻ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഈ പോയിൻ്റ് 1E വരുന്നു. അതായത് എത്രയാണ്? 1.6 × 10⁻⁻19. ഇവിടെ എത്തുമ്പോൾ 3.2 × 10⁻⁻19. ഇനി ഇവിടെ എത്തുമ്പോൾ 4.8 × 10⁻⁻19. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇവിടെ എത്തുന്നു അല്ലേ? പിന്നെയാണ് അടുത്ത ഈ ഒരു വാല്യൂവിലേക്ക് വരുന്നത്. ആ വാല്യൂ നേരിട്ടങ്ങ് വരെയല്ല ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതായത് ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പിരമിഡാണ് കാണിച്ചത്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് കയറി പോകണം. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ചാർജ് ലഭിക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ ശരിക്കും അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? വരാനുള്ള കാരണം ഇലക്ട്രോൺസ് കനോട്ട് ബി ബ്രോക്കൺ. ഇലക്ട്രോണുകളെ നമുക്കൊരിക്കലും, ഇപ്പോൾ ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ ഇതിനൊരിക്കലും മുറിക്കാൻ പറ്റില്ല അല്ലേ? ഇലക്ട്രോണിനെ മുറിക്കാൻ പറ്റില്ല. മുറിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഇലക്ട്രോൺ കൊടുക്കണമെങ്കിൽ ഒരു 1½ ഇലക്ട്രോൺ കൊടുക്കുന്നു. 1½ ഇലക്ട്രോൺ ഒരു ബോഡിയിലേക്ക് പോവുകയാണ്. അത് പോസിബിൾ അല്ല. അപ്പോൾ ക്വാണ്ടൈസേഷൻ പറയുന്ന ഒരിക്കലും 1½ ഇലക്ട്രോൺ അല്ലെങ്കിൽ 2½ ഇലക്ട്രോൺ ഇങ്ങനെയൊന്നും വെച്ച് പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെയേ പറ്റത്തുള്ളൂ? എപ്പോഴും ഓൾവേസ് ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ലൈക്ക് ദിസ്, 1E or 2E, then പിന്നെ എങ്ങനെയെല്ലാം പോവാം, 2E, 3E, എറ്റ്സെട്ര ലൈക്ക് ദാറ്റ്. ഒരിക്കലും 1.2E എന്നോ 1.5E these are not possible. Okay, so this is quantization of electric charge, which states that
The total charge of a body is an integral multiple of electronic charge, or the electronic charge is the basic unit of charge, and its magnitude is, what is the magnitude? See, this is the magnitude, 1.6 into 10 raised to minus 19 coulombs. A body cannot have charges like this. A body cannot have charges like this, 1.2 e, 1.5 e. These are not possible, but only these charges are possible for a body. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. ഓക്കെ, ദി സെക്കൻഡ് പ്രോപ്പർട്ടി ഐ ആം ഡിസ്കസിങ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ്, നോക്കാം, sorry, not the second property, it is the third property, which is called conservation of charge, electric charge. Conservation of electric charge. Ready? അപ്പോൾ ഇത് പഠിക്കാമല്ലോ നമുക്ക്, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് അഡിറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. ഈ തൊട്ടടുത്ത പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. തൊട്ടടുത്തത് മൂന്നാമത്തെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്തെല്ലാം കൺസർവേഷൻ ലോസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ മെക്കാനിക്സിലൊക്കെ നമ്മൾ പഠിച്ച കൺസർവേഷൻ ലോസ് എന്തൊക്കെയാണ് പറഞ്ഞേ? നമ്മൾ പഠിച്ചിട്ടുള്ളത് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ, എനർജിയുടെ കൺസർവേഷൻ പഠിച്ചു. ദെൻ പിന്നെന്താ പഠിച്ചത്? പിന്നെ പഠിച്ചതാണ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചു അല്ലേ, എനർജി, കൺസർവേഷൻ ഓഫ് മാസ്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഈ കൺസർവേഷൻ എന്ന് പറയുന്നതിൽ എല്ലാത്തിലും ടോട്ടൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സോ ഇതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ചാർജുകളുടെ കേസിലും. നമ്മുടെ യൂണിവേഴ്സിലുള്ള ടോട്ടൽ എനർജി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പിന്നെ ഏതൊരു റിയാക്ഷൻ അല്ലെങ്കിൽ എന്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്, ഓർ ദി ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ഷൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ റിയാക്റ്റൻസ്, അതിൻ്റെ ടോട്ടൽ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൊമെൻറ്റത്തിൻ്റെ നമ്മൾ പഠിച്ചു. ഇതേപോലെ യൂണിവേഴ്സിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ടാകുകയാണെങ്കിൽ 10 പ്രോട്ടോൺ ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് അല്ലേ. 100 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ 100 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യും? 0 ആയിപ്പോകും. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലുള്ള ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആണ്. ടോട്ടൽ നമ്മൾ മീൻസ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എപ്പോഴും 0 ലഭിക്കും. അത് യൂണിവേഴ്സിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്തെല്ലാം ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിങ്. ഇപ്പോൾ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് 2 ബോഡീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ചാർജ് ഇല്ല. റബ്ബ് ചെയ്തതിന് ശേഷം ടോട്ടൽ ചെയ്താലും ചാർജ് ഇല്ല, 0 ആയിപ്പോവും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത് എന്താ പറയുന്നത്? ദി ടോട്ടൽ ചാർജ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0, ഓർ ദി ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിങ്. റെഡി? ശരിക്കും ഈ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ കൺസർവേഷൻ ലോസ് എല്ലാത്തിലും, എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൽ എല്ലാത്തിലും ഒബേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു ഹൈഡ്രജൻ H+ഉം പ്ലസ് ഇലക്ട്രോൺ ഇങ്ങനെയായി മാറും. അപ്പോൾ ഇത് പ്ലസ് ചാർജാണ്, ഇത് മൈനസ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറും? ഇത് ആറ്റത്തിൻ്റെ ചാർജായി മാറുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 0 ആയി മാറുന്നു. അപ്പോൾ അവിടെ എല്ലാം കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത്? ദി ടോട്ടൽ ചാർജ് of the
universe, total charge of the universe is a constant. That is, net charge is equal to 0. And we cannot create a charge or we cannot destroy a charge. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയിൽ പറയാറില്ലേ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലും പറയാം, we cannot create charge and we cannot destroy charge. Okay, we cannot create charge, we cannot destroy charge. The total charge of the universe is constant. നെറ്റ് ചാർജ് is equal to 0. പക്ഷേ ഇതിൽ ചില അനോമലീസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നില്ല, എങ്കിൽ പോലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഇതിൽ ഉണ്ടാകുന്ന അനോമലീസ് എന്നുള്ളത്. ഒരു സെക്കൻഡ് അറേഞ്ച് ചെയ്തോട്ടെ. എന്താണ് അതിൻ്റെ അനോമലീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ ചാർജ് യൂണിവേഴ്സിൽ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ഈ ആറ്റം ബോംബിലൊക്കെ, മനസ്സിലായില്ലേ, ആറ്റം ബോംബ് പോലെയുള്ള സാധനങ്ങളിൽ ശരിക്കും ഇലക്ട്രോണുകളെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്നാണ് എനർജി ഉണ്ടാകുന്നത്. ഇലക്ട്രോണുകൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. എനർജി ഉണ്ടാകുന്ന ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ ആയിട്ടുള്ള E=mc². ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എനർജിയെ മാസാക്കി മാറ്റാം, മാസിനെ എനർജിയാക്കി മാറ്റാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇൻ ദി ആറ്റം ബോംബ്. അപ്പോൾ ആറ്റം ബോംബിൽ സാധാരണ ഇലക്ട്രോൺ എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ പുതിയതൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അനോമലി സയൻറ്റിസ്റ്റിൻ്റെ ഇടയിലുണ്ടായി. കാരണം അത് ചാർജിൻ്റെ കൺസർവേഷൻ അവിടെ ഒബേ ചെയ്യുന്നില്ല നാച്ചുറൽ, ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് പുതിയ ഒരു കാര്യം അവർ കൊണ്ടുവന്നത്. പുതിയ ഒരു ഡിസ്കഷനിലേക്ക് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ചാർജുകളുടെ കൺസർവേഷൻ ഒബേ ചെയ്യാനായിട്ട്, അപ്പോൾ ഇവിടെ ചാർജ് ഡിസ്ട്രോയ് ചെയ്യുന്നില്ലേ, ആറ്റം ബോംബിൽ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിനെ കൺസർവ് ചെയ്യത്തക്ക രീതിയിൽ പുതിയ ഒരു ചാർജ് ഉണ്ടാകുന്നില്ല അല്ലേ, പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് സയൻറ്റിസ്റ്റുമാരുടെ ഇടയിൽ ഒരു പുതിയ ഡിസ്കഷൻ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിട്രോൺ എന്ന് പറഞ്ഞ ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ, പോസിട്രോൺ, അത് ഉണ്ടാകുന്നു എന്നവർ പറയുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് +c ആണ് പോസിട്രോണിൻ്റെ. ഇതിൻ്റെ മാസ് സെയിം മാസ് ആസ് ഇലക്ട്രോണിൻ്റെ അതേ മാസ്സായിരിക്കും, ബട്ട് പോസിറ്റീവ് ചാർജ്. അതാണ് പോസിട്രോണിൻ്റെ സ്വഭാവം. അപ്പോൾ ഏതൊരു റിയാക്ഷനിലും ഈ പോസിട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് പാർട്ടിക്കിളാണ്. ഇത് ന്യൂക്ലിയർ ഒറിജിനാണ്. ന്യൂക്ലിയസിൽ നിന്നാണ് പോസിട്രോൺ ഉണ്ടാകുന്നത്. ഇൻഡിപെൻഡൻ്റ് പാർട്ടിക്കിളാണ്, ന്യൂക്ലിയസിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ ഉണ്ടാകുന്നത്. അതാണ് പോസിട്രോൺ. അപ്പോൾ ഏതൊരു റിയാക്ഷൻ്റെ കൂടെയും, ആറ്റം ബോംബിൻ്റെ കൂടെ ആയപ്പോലും നമ്മൾ പറഞ്ഞ് ഇലക്ട്രോൺ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ അത് കൺസർവേഷൻ ലോയെ വയലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് സയൻറ്റിസ്റ്റുമാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഈ കൺഫ്യൂഷൻ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പിന്നീട് കൊണ്ടുവന്ന ഒരു പുതിയ പാർട്ടിക്കിളാണ് പോസിട്രോൺ. മനസ്സിലായല്ലേ? അപ്പോൾ പോസിട്രോണിൻ്റെ ഒരു ഒറിജിൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്തിനാണ് പോസിട്രോണിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പോസിട്രോണിൻ്റെ സ്വഭാവം ഇതൊക്കെയാണ്. അതിന് സെയിം മാസാണ് ആസ് ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഒറിജിൻ. അതാണ് പോസിട്രോണിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ പോസിട്രോൺ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഞാൻ പറഞ്ഞു കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യാനായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് പ്രധാനമായിട്ടും പഠിക്കുന്ന ചില വളരെ ഫേമസ് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് അനിഹിലേഷൻ. ഇവിടെ പോസിട്രോൺ വർക്ക് ചെയ്യുന്നുണ്ട്, അനിഹിലേഷൻ. 2, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഇതുണ്ട്, മറ്റൊരു റിയാക്ഷൻ ഉണ്ട്, വിച്ച് ഈസ് കാൾഡ് പെയർ പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പോലും അറിഞ്ഞിരിക്കണം. അനിഹിലേഷൻ, പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ 2 ഫിനോമിന പ്രധാനമായും പോസിട്രോണിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൺസർവേഷൻ ലാസിൽ കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലേ, കൺസർവേഷൻ ഓഫ് ചാർജ് പ്രധാനമായും നമ്മൾ എത്രാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചത്? 3ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ 1ാമത്തെ എന്തായിരുന്നു? അഡിറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. 3ാമത്തത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഇതിനിടയിൽ നിന്നൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൽ ഞാൻ പറഞ്ഞു, ദി ടോട്ടൽ ചാർജ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്, നെറ്റ് ചാർജ് ഈസ് ഇക്വൽ ടു 0. നമ്മുടെ യൂണിവേഴ്സിൽ 100 പോസിറ്റീവ് ചാർജ് ഉണ്ടായാൽ 100 നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ടോട്ടൽ എപ്പോഴും നെറ്റ് ചാർജ് 0 ആയിരിക്കും. വി കനോട്ട് ക്രിയേറ്റ് എ ചാർജ് ആൻഡ് വി കനോട്ട് ഡിസ്ട്രോയ് ചാർജ്. ഓക്കെ, റെഡി? പിന്നെ വേറെന്താ വിശേഷം? അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കാം കേട്ടോ. എല്ലാം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം പറയുന്നതാണ്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റബ്ബിങ്ങിൽ 2 പെയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് ഗ്ലാസ് റോഡ് പ്ലസ് സിൽക്ക്. ഗ്ലാസ് റോഡ് പ്ലസ് സിൽക്ക്. ഓക്കെ, ഗ്ലാസ് റോഡ് പ്ലസ് സിൽക്ക് അല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനമായും ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് നിങ്ങൾ സിൽക്ക് തുണിയുമായി ഉരസിക്കഴിഞ്ഞാൽ എപ്പോഴും ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എപ്പോഴും ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്കായിരിക്കും ഇലക്ട്രോൺസ്. അപ്പോൾ എപ്പോഴും സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ ഒരു പെയർ ഓർത്ത് വെച്ചിരിക്കുക. റബ്ബിങ്ങിൻ്റെ ഒരു പെയർ ഏതാണ്? ഗ്ലാസ് റോഡും സിൽക്കും. അപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്കുമായി ഉരസുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്? ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്ക്. അപ്പോൾ സിൽക്കിന് നെഗറ്റീവ് ചാർജ്, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് -50 ചാർജ് ആണെങ്കിൽ ഇതിന് +50 ചാർജ് ലഭിക്കുന്നതാണ്. പ്രധാനമായും ഇലക്ട്രോൺസ് ഫ്ലോ എന്നറിയാമല്ലോ. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നത് എന്തുകൊണ്ട് തിരിച്ച് ഫ്ലോ ചെയ്യുന്നില്ല? അപ്പോൾ അത് പ്രധാനമായും നിങ്ങൾക്കറിയാം, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? നയാ പൈസ. എന്തൊക്കെയാണ്? ന്യൂട്രോൺ, പ്രോട്ടോൺ. നയാ പൈസ ഉണ്ട്, നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, ചിലരൊക്കെ മറന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇലക്ട്രോൺസ് ആണ് അല്ലേ. സപ്പോസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഉണ്ടെന്നിരിക്കട്ടെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ലൂസ്ലി അറ്റാച്ച്ഡ് ആണ്, കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഈ സിൽക്ക് അല്ലെങ്കിൽ ഗ്ലാസ് റോഡ് ഇതിൻ്റെ അറ്റോമിക് അറേഞ്ച്മെൻറ്റ് വെച്ചുകൊണ്ട് മാത്രമേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, റബ്ബ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിലുള്ള ഉള്ളിലുള്ള അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസ് കൂടുതൽ ലൂസിലി അറ്റാച്ച്ഡ് ആണ് ദാൻ ദി ഇലക്ട്രോൺസ് ഇൻ ദി സിൽക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ പേര് അതാണ്, ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക്. ഇനി വേറൊരു പേരും കൂടെ പറഞ്ഞുതരാം. വേറൊരു പേരെന്ന് പറയുന്നത് എബണൈറ്റ് റോഡ്.
ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള റോഡാണ് എബണൈറ്റ്. എബണൈറ്റ് റോഡ് പ്ലസ് ഫർ. ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ കമ്പിളി പോലെയുള്ള, കമ്പിളി രോമമൊക്കെ അറിയാലോ. കമ്പിളി എന്ന് പറഞ്ഞാൽ കമ്പിളി പോലെയുള്ള വസ്ത്രങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അതാണ് ഫർ. അപ്പോൾ ഈ എബണൈറ്റ് റോഡ് എടുത്ത് ഫറിൽ ഉരസിക്കഴിഞ്ഞാൽ ശരിക്കും തിരിച്ചാണ് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് അതിന് ലഭിക്കും. പറഞ്ഞേ നെഗറ്റീവ് ചാർജ് എബണൈറ്റ് റോഡിന്, പോസിറ്റീവ് ചാർജ് ഫറിന്. ഇവിടെയും ഇലക്ട്രോൺ തിരിച്ച് ഫ്ലോ ചെയ്യുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അറ്റോമിക് അറേഞ്ച്മെൻറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് പെയറും പഠിച്ചു വയ്ക്കണം. ഗ്ലാസ് റോഡ് പ്ലസ് സിൽക്ക്, എബണൈറ്റ് റോഡ് പ്ലസ് ഫർ. ഓക്കെ, ഇനി ഇതിലൊരു കോഡും കൂടെ പറഞ്ഞുതരാം. സിൽക്ക് അല്ലേ, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു എന്നുള്ള സിൽക്ക് സമിതി അറിയത്തില്ലേ? പണ്ട് നെഗറ്റീവ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് സിൽക്ക് സമിതി. അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റീവ് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് നമ്മൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാലേ ഇതിന് നെഗറ്റീവ്, സിൽക്കിന് നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കോഡുകളൊക്കെ പഠിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, സോ ടുഡേ നമുക്കത് നിർത്താം. ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഫോർവേഡ് ചെയ്യാം. പിന്നെ പഠിച്ചതിന് ശേഷം എന്നെ വിളിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. അടുത്ത ദിവസം ഇത് കണ്ടിന്യൂ. ഇനി ഒരുപാട് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.